പരിചയപ്പെടുത്താൻ പോകുന്നത് സിയാറയുടെ ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഐറ്റത്തിനെ കുറിച്ചാണ്. ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രഷർ പമ്പ് സെറ്റ് ചെയ്യാന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. അപ്പൊ അതിന്റെ തന്നെ ഒരു അപ്ഡേഷൻ ആണ് ഇത് വന്നേക്കുന്നത്. ഇതൊരു ഷവറൊക്കെ നമ്മുടെ വീട്ടിലെ ഷവറുകൾക്ക് പ്രഷർ ഇല്ലാണ്ട് ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രഷർ പമ്പ് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയൊരു കോസ്റ്റിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. ടാങ്ക് ഹൈറ്റ് കൂട്ടിയും അങ്ങനെ നമുക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റും പിന്നെ ഉള്ള ഒരു ടാങ്ക് കഴുകാനുള്ള ഒരു ഇൻകൺവീനിയൻസ് ഒക്കെ നമുക്ക് ഇതുവഴി ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതിന് നല്ലൊരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് തന്നെ നമ്മൾ പമ്പ് മാറ്റി കൊടുക്കുന്നത് 1 HP കൊടുക്കും, 1/2 HP കൊടുത്തും നമുക്കിതിനെ കുറച്ച് പെർഫോമൻസ് നമ്മൾ പല രീതിയിലും ഇത് ഫ്ലെക്സിബിളായ മോഡലാണ്. ഇത് തന്നെ നമ്മൾ പല മോഡലുകൾ പമ്പ് വെക്കുന്നതനുസരിച്ച് നമുക്കിത് നല്ല പെർഫോമൻസിലോട്ട് മാറ്റാനും പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഇതിന്റെ തന്നെ ഉണ്ടായിരുന്ന ചില പോരായ്മകളാണ് ഇതിനകത്ത് CRI പരിഹരിച്ച് പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത്. ഒന്നാമത്തതും നമ്മളെ ഏറ്റവും വന്നിരുന്ന ഒരു പോരായ്മ നമ്മൾ പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം കമ്പനി അത് മാനിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതിന് നമ്മുടെ പൈപ്പ് ലൈൻ താങ്ങുന്ന പ്രഷറിന് മുകളിൽ വരുമ്പോൾ പൈപ്പ് ലൈൻ പൊട്ടുന്ന ഒരു പ്രശ്നം, നമ്മുടെ പമ്പിന് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വരുന്നൊരു വിഷയമുണ്ടായിരുന്നു. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി CRI ഈ പുതുതായി ഇറക്കിയ മോഡലിൽ ഈ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായി ഈ പഴയ മോഡലൊന്ന് നമുക്ക് തുറന്ന് കാണാം. ഇതാണ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന CRIയുടെ പമ്പ് കൺട്രോളർ. നമുക്കിനി പുതിയ മോഡലിൽ നിന്ന് കാണാം. ഇതാണ് പുതുതായി CRI ഇറക്കിയേക്കുന്ന മോഡൽ. ഇതിൽ ഇങ്ങനെ ഒരു ബട്ടൺ പോലെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംഭവം ശരിക്കും ഒരു ബട്ടൺ അല്ല, ഇതൊരു കീ ആയിട്ടാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇതാദ്യമായി ഈ ഒരു കവറിങ് ഉണ്ട്, ആ കവറിങ് ഊരി മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ പുറകിലായിട്ട് കമ്പനി ഇതിൻ്റെ വേണ്ടിയുള്ള ഒരു ഹെക്സഗണൽ റെഞ്ച്, അതായത് ഒരു കീ പോലെ വർക്ക് ചെയ്യുന്ന കീ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലാണ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു സ്ലോട്ടിൽ വെച്ചേക്കാണ്. ഇതെടുത്ത് ഈ ഹോളിൽ ഇവിടെ ഒരു ഉള്ളിലൊരു ഇതിന് വേണ്ടി ഒരു കീ ഹോൾ പോലെ ഒരു ഹോളുണ്ട്, അതിൻ്റെ അവിടെ കീ ഉണ്ട്, പിന്നെ ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ ഇട്ടിട്ട് ഇത് തിരിച്ചിട്ട് പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. പിന്നെ വന്ന പ്രധാനമായൊരു അപ്ഡേഷനാണ് ഈ പറഞ്ഞ ഈ ത്രെഡിലുണ്ടായൊരു വ്യത്യാസം. ത്രെഡിൽ നമുക്ക് പലയിടത്തൊരു മാർക്കറ്റിൽ വന്നിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പമ്പിൻ്റെ പുറത്താണ് നമ്മൾ ഫിറ്റാക്കാറ്. പമ്പിൻ്റെ പുറത്ത് ഫിറ്റാക്കുമ്പോൾ പമ്പ് കാസ്റ്റേൺ ആയതുകൊണ്ട് ഒരു ലിമിറ്റിന് മുകളിൽ അറിയാണ്ടൊരു കൈബദ്ധത്തിൽ ഇത് ഓവർ ടൈറ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രെഡ് ക്രാക്ക് ആവുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി ഈ ത്രെഡിന് CRI ഇപ്പോൾ പുതുതായി ഇറക്കിയതിന് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. ഒരു പഴയ മോഡൽ നമുക്ക് നോക്കാം. അതിനകത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം ഇത് കണ്ടോ. ഇതിനകത്ത് ഈ ഒരു തിക്നെസ് ആയിരുന്നുണ്ടത്, തെറ്റില്ലാത്ത തിക്നെസ് ആയിരുന്നു. അതിൻ്റെ നല്ലൊരു വേരിയേഷനാണ്. ഒരു 16 mm 16 ഗേജ് ഒരു 18 ഗേജ് ആ റേഞ്ചിലോട്ട് ഇതിൻ്റെ ത്രെഡിൻ്റെ തിക്നെസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതും ബോട്ടം ത്രെഡിനാണ് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ മുകളിലുള്ള ത്രെഡിനാണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് ത്രെഡ് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ കൂടി അത്ര വലിയ വ്യത്യാസമില്ല. എന്നാലും ഇമ്പ്രൂവ്മെൻറ്റ് പണ്ടത്തെ അപേക്ഷിച്ച് ത്രെഡിന് കട്ടി കൂട്ടി. ഇതിനാണ് നമ്മൾ പറയത്തക്ക നല്ലൊരു വ്യത്യാസം ഇതിൻ്റെ അടിയിലത്തെ ത്രെഡിന് വരുത്തിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേബിളിൻ്റെ ലെങ്ത് ആണ്. പഴയ മോഡലിന് ഇത്രയും കേബിൾ ലെങ്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് നീളം കൂട്ടിയിട്ടുണ്ട്. അത് വലിയ പറയത്തക്ക വ്യത്യാസം അല്ലെങ്കിലും അതൊരു ചില സ്ഥലത്ത് അതൊരു ഉപകാരമായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഇത് പമ്പിൻ്റെ പുറത്താണല്ലോ നമ്മളിത് മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ മോട്ടറിൻ്റെ വയറും ഈ കൺട്രോളിൻ്റെ വയറും കൂടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നീളം കുറവ് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ജോയിൻറ്റിന് എണ്ണം കൂടുന്നു. ഇപ്പോൾ ഇത് പോകുന്ന മോഡലിന് ഇപ്പോൾ വയറിൻ്റെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് എക്സ്ട്രാ വയറിൻ്റെ ആവശ്യമില്ലാണ്ടായി മാറുന്നുണ്ട്. അത് ഒരു പറയത്തക്ക ഒരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ഓൾറെഡി ഈ മോഡലിലുള്ള പോലെ തന്നെയുള്ള ഡ്രൈ റൺ പ്രിവെൻഷൻ അത് ഇതിനും ഉണ്ട്. അത് ഇതിനകത്തുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. അത് 10 സെക്കൻഡ് കഴിയുമ്പോൾ ഡ്രൈ വെള്ളം ഇല്ലാതെ നമ്മുടെ ടാങ്കിലെ വെള്ളം ഇല്ലാണ്ട് വരുന്ന കേസ് വന്നു കഴിഞ്ഞാൽ സാധാരണ പമ്പ് കംപ്ലൈൻറ്റ് വരും. ആ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി 10 സെക്കൻഡിനുള്ളിൽ സെൻസ് ചെയ്ത് അതിനെ 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും മോട്ടറിനെ പവർ കട്ടാക്കി മോട്ടറിൻ്റെ വർക്കിംഗ് ഒഴിവാക്കും. ആ ഒരു ഫീച്ചർ ഇതിനും അത് CRI മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ വരിക. ഇത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു 1 HP മിനി പമ്പാണ് നമ്മളോട് വെച്ചിരിക്കുന്നത്. ഇത് 1 HP മിനി പമ്പാക്കാം, നമുക്ക് 1/2 HP മിനി പമ്പോ
നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇഷ്ടമുള്ള മോഡൽ, നമ്മുടെ റിക്വയർമെൻറ്റ് പ്രഷർ അനുസരിച്ചിട്ട് മോഡൽ അടിയിലുള്ള ഈ പമ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ബാത്റൂമൊക്കെ ഉപയോഗിക്കുന്ന ഒറ്റ ബാത്റൂം അറ്റ് എ ടൈം 3 ടാപ്പ് ആ ഒരു റേഞ്ചിട്ടാണെങ്കിൽ ഒരു ഹാഫ് HP മിനി പമ്പ് നമുക്ക് ധാരാളമായിരിക്കും. അപ്പോൾ 2 ബാത്റൂമിലോട്ട് നമുക്ക് ഡിസ്ചാർജ് കൂടുതലൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ 1 HP പോവുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മളെ ഉപയോഗത്തിന് അറ്റ് എ ടൈം നമ്മൾ 2 ബാത്റൂം ഉപയോഗിക്കുന്നില്ല എന്ന കേസിൽ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. നമ്മൾ സാറിൻ്റെ കേസ് നമ്മൾ എക്സ്ട്രീം കേസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു 2 ബാത്റൂമൊക്കെ വർക്ക് ചെയ്യാം 1 HP നമ്മൾ ധാരാളമാണ്. പിന്നെ നമുക്ക് ഇനിയും നമ്പർ ഓഫ് ബാത്റൂംസ് കൂടുക, നമ്മൾ പ്രഷർ കൂടുതൽ ആവശ്യം വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോട്ടർ മാറ്റി നമുക്ക് അതിനനുസരിച്ചൊരു മോട്ടർ, എപ്പോഴും നമ്മൾ ഈ പ്രഷർ കൂടിയ പമ്പുകളാണ് നമ്മളിതിന് പ്രിഫർ ചെയ്യുക. എപ്പോഴും നമ്മളിതിന് പ്രിഫർ ചെയ്യുക മിനി പമ്പ് പോലെ അങ്ങനെ പ്രഷർ കൂടിയ പമ്പുകളെയാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. കാരണം ഇത് മിനിമം ഇത്ര ബാർ പ്രഷർ ഉണ്ടെങ്കിലേ ഇതിൻ്റെ വർക്കിംഗ് വരുള്ളൂ. ഇതിന് 1.5 ബാർ പ്രഷർ ഉണ്ടാവണം, എന്നാലേ ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ടിങ് റെഡി ആവുള്ളൂ. അപ്പോൾ മിനിമം ഒരു ഹാഫ് HP മിനി പമ്പാണ് ഇതിന് റെക്കമെൻഡ് ചെയ്യുന്നത്. മിനിമം ഹാഫ് HP തൊട്ട് നമുക്ക് ഇതിനകത്ത് 10 ബാർ വരെ ഇതിൻ്റെ കപ്പാസിറ്റി മാക്സിമം വരുന്നുണ്ട്. ഇതൊക്കെ പഴയുള്ള മോഡലിലും ഇതേ തന്നെയായിരുന്നു, ഈ മോഡലിലും അതേപോലെ തന്നെ 10 ബാർ വരെ ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി, അതായത് ഒരു 100 മീറ്റർ ഹെഡ് വരെയുള്ള, നമുക്ക് തന്നെ പറയാം 100 മീറ്റർ ഹെഡ് വരെയുള്ള പമ്പ് വരെ ഇതിൽ നമുക്ക് ലോഡ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മൾട്ടി സ്റ്റേജ് പമ്പുകളൊക്കെ MH സീരീസ് എന്ന് പറഞ്ഞിട്ട് CRI തന്നെ വരുന്നുണ്ട്. അതുപോലെ ബ്രിസ്ക് സീരീസ് എന്ന് പറയുന്ന വേറെ പമ്പുകൾ വരുന്നുണ്ട്. അങ്ങനത്തെ പമ്പുകൾ അല്ലെങ്കിൽ ATS സീരീസ് അങ്ങനത്തെ പമ്പുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ആ മോഡൽ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ് വയർ ജോയിൻ ചെയ്യുന്നത്. ഇത് ഇങ്ങനെയല്ല, ശരിക്കും നമ്മുടെ മാർക്കറ്റിലെ നമ്മുടെ ഫീഡ്ബാക്ക് നമുക്ക് പല എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള ഒരു ഇതിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടണമെങ്കിൽ നേരെ ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ, നേരെ പമ്പിൻ്റെ പുറത്ത് നേരെ കപ്പിൾ ചെയ്യുന്നതിനേക്കാളും ഇതിൽ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇങ്ങനെ നേരിട്ടല്ലാണ്ട് ഈ മോട്ടറിന് ഒരു 4 ഇഞ്ച് മുകളിലായിട്ട് ഇത് ഈ കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മിനിമം 4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചിന് മുകളിൽ 1 മീറ്റർ ആയാലും ഒന്നും കുഴപ്പമില്ല, മിനിമം ഒരു 4 ഇഞ്ചെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസിൽ നല്ലൊരു വ്യത്യാസം നമ്മുടെ മാർക്കറ്റിലെ നമ്മുടെ ഒരു ഫീഡ്ബാക്കിൽ നമുക്ക് കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കത് സ്യൂട്ടബിളായിട്ട് വേണമെങ്കിൽ ഒരു ബാർനിപ്പിളോ, സ്റ്റീലിൻ്റെ ബാർനിപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ASTM പൈപ്പാണ് ഉപയോഗിക്കുന്നത്, ASTM പൈപ്പ് അല്ലെങ്കിൽ CPVC പൈപ്പ്, നമ്മുടെ ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ ഒരു കഷ്ണം പീസ് കൊടുത്താലും മതി, അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് പലയിടത്തും ചെയ്യാറ്. പക്ഷേ കുഴപ്പമുണ്ടെന്നല്ല, പലയിടത്തും ഇങ്ങനെ ഒരു നെഗറ്റീവ് ഒരു എഫക്റ്റുകൾ വന്നുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രകാരം ഞാൻ പറഞ്ഞതാണ്. എപ്പോഴും ഞാനും സജസ്റ്റ് ചെയ്യുക ഒരു 4 ഇഞ്ച് മിനിമം ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് 4 ഇഞ്ച് ഗ്യാപ്പ് മിനിമം ഇട്ട് 4 ഇഞ്ചോ 5 ഇഞ്ചോ 6 ഇഞ്ചോ നോക്കിയിട്ട് നമ്മുടെ അവൈലബിൾ അനുസരിച്ച് നമ്മുടെ സൗകര്യം അനുസരിച്ച് അത് ഇട്ടിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഈ വയറിൻ്റെ നമ്മുടെ നീളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നീളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ സുഖമായിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു 1 ഇഞ്ചോ 2 ഇഞ്ചോ കയറ്റിയാലും ഇതിന് നമുക്ക് ഈ വേറെ എക്സ്ട്രാ ഒരു വയറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെയാണ് വരിക. ഇതിനകത്ത് വരുന്നത്, ഇതിനകത്ത് 2 ലൈൻ ഉണ്ടാവും. ഒരു പവർ എന്നുള്ളത് ഒരു മോട്ടർ എന്നുള്ള 2 കണക്ഷനാണ് കാണിക്കുന്നത്. ഈ മേളിൽ കാണുന്നത് പവറാണ്. ഇതാണ് ഇത് ഫേസ് ന്യൂട്രൽ, 3 വയർ, ഫേസ് ന്യൂട്രൽ എർത്ത്, ഈ 3 വയറാണ് ഇതിനകത്ത് വരുന്നത്. താഴോട്ട് ഇത് മോട്ടറിലോട്ടുള്ള കണക്ഷനാണ് വരുന്നത്. ഇതിൽ 3 വയറുണ്ടാവും. ഫേസ് ന്യൂട്രൽ, ഫേസിൻ്റെ നമ്മൾ മോട്ടറിലോട്ട് ഫേസ് ന്യൂട്രൽ, പിന്നെ ഒരു എർത്തിനുള്ള ഇതാണ്. ഇത് 2 കണക്ഷൻ കൊടുക്കുക. ഇത് നമ്മുടെ ഇൻപുട്ട് വരുന്ന സപ്ലൈയിലോട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ തന്നെ നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു വീഡിയോ തുടർന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.